500, 1000, 100, 200, 20 എക്സെട്ര എന്ന സംഖ്യാശ്രേണിയിലെ അടുത്ത പദം ഏത്? നമുക്കിവിടെ ഒരു നമ്പർ സീക്വൻസ് നൽകിയിട്ടുണ്ട്. അതിലെ പദങ്ങൾ ഇപ്രകാരമാണ്: 500, 1000, 100, 200, 20 എക്സെട്ര. നോക്കുക, ഈ പദങ്ങൾ തമ്മിലുള്ള ബന്ധം നമുക്കൊന്ന് നോക്കാം. ആദ്യ പദമായ 500-നെ 2 കൊണ്ട് ഗുണിച്ചാൽ 1000 കിട്ടും. 1000-നെ 10 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 100ആയി. 1000-ൻ്റെ 10-ലൊരു ഭാഗമാണ് 100. ഈ 100-നെ 2 കൊണ്ട് ഗുണിച്ചാൽ 200 കിട്ടും. 200-നെ 10 കൊണ്ട് ഹരിച്ചാൽ, അല്ലെ 200-ൻ്റെ 10-ലൊരു ഭാഗമാണ് 20. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന ക്രിയ നോക്കുക. ആദ്യം 2 കൊണ്ട് ഗുണിച്ചു, പിന്നെ 10 കൊണ്ട് ഹരിച്ചു, വീണ്ടും 2 കൊണ്ട് ഗുണിച്ചു, 10 കൊണ്ട് ഹരിച്ചു. അങ്ങനെ ഒന്നിടവിട്ട് 2 കൊണ്ട് ഗുണിക്കുകയും 10 കൊണ്ട് ഹരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അടുത്ത ക്രിയ എന്താണ്? 2 കൊണ്ട് ഗുണിച്ചു, 10 കൊണ്ട് ഹരിച്ചു, 2 കൊണ്ട് ഗുണിച്ചു, 10 കൊണ്ട് ഹരിച്ചു. അടുത്തത് ചെയ്യേണ്ടത് 2 കൊണ്ട് ഗുണിക്കുകയാണ്. അപ്പോൾ 20 ഗുണം 2 ആണ് അടുത്ത പദം. 20 ഗുണം 2 40 വരണം. ശരി, ഉത്തരം ഓപ്ഷൻ സി 40. ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് 256 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. സമചതുരത്തിൻ്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരച്ചാൽ കിട്ടുന്ന രൂപത്തിൻ്റെ പരപ്പളവ് എത്ര? ഇവിടെ ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് നൽകിയിട്ടുണ്ട്, 256 ചതുരശ്ര സെൻറ്റിമീറ്റർ. ഈ സമചതുരത്തിൻ്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരച്ചാൽ കിട്ടുന്ന രൂപത്തിൻ്റെ പരപ്പളവ് എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരച്ചാൽ കിട്ടുന്ന രൂപത്തിൻ്റെ പരപ്പളവ് സമചതുരത്തിൻ്റെ പരപ്പളവിൻ്റെ പകുതിയായിരിക്കും. ഓർക്കുക, സമചതുരത്തിൻ്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരച്ചാൽ കിട്ടുന്ന രൂപത്തിൻ്റെ പരപ്പളവ് ആദ്യ സമചതുരത്തിൻ്റെ പരപ്പളവിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ ഇവിടെ സമചതുരത്തിൻ്റെ പരപ്പളവ് 256 ആണ്. 256-ൻ്റെ പകുതി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. 256-ൻ്റെ പകുതി 128. 128 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ഉള്ളിലുള്ള രൂപത്തിൻ്റെ പരപ്പളവ്. ശരി, ഉത്തരം ഓപ്ഷൻ എ 128 ചതുരശ്ര സെൻറ്റിമീറ്റർ. 3:3-ൻ്റെ എത്ര മടങ്ങാണ് 3:5? ഇവിടെ 3:3-ൻ്റെ എത്ര മടങ്ങാണ് 3:5 എന്ന് കാണണം. അല്ലെങ്കിൽ 3:3-നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 3:5 കിട്ടും എന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനായിട്ട് 3:5-നെ 3:3 കൊണ്ട് ഹരിക്കുക. 3:5-നെ 3:3 കൊണ്ട് ഹരിക്കുക. അപ്പോൾ ഈ ക്രിയ ചെയ്യാനായിട്ട് നമുക്കൊരു കൃത്യംഗ നിയമം ഉപയോഗിക്കാം. അതായത് a/m/a/n സമം a/m-n ആണ്. അപ്പോൾ ഇവിടെ പവർ കുറച്ചാൽ മതി. അതായത് 3 ഈ നിയമം ഇവിടെ ഉപയോഗിക്കുമ്പോൾ 3/5 - 3 എന്ന് വരും. 5 - 3, അതായത് 3/2, അല്ലെങ്കിൽ 3-ൻ്റെ സ്ക്വയർ. 3-ൻ്റെ സ്ക്വയർ എത്രയാണ്? 9. അപ്പോൾ 3/3-ൻ്റെ 9 മടങ്ങാണ് 3/5. ശരി, ഉത്തരം ഓപ്ഷൻ ഡി. ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതലാണ്. ചെറിയ സംഖ്യയുടെ 4 മടങ്ങാണ് വലിയ സംഖ്യ എങ്കിൽ ചെറിയ സംഖ്യ ഏത്? ഇവിടെ 2 സംഖ്യകളുടെ കാര്യം പറയുന്നുണ്ട്. നമുക്ക് ആ സംഖ്യകൾ x എന്നും y എന്നും എടുക്കാം. എക്സും വൈയും. ഇതിലൊരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതലാണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിനെ നമുക്കൊരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആക്കി എഴുതാം. നമുക്ക് ഈ ആദ്യ സംഖ്യ x എന്നെടുക്കാം. അങ്ങനെയെങ്കിൽ x വൈയുടെ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങ്. അപ്പോൾ വൈയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതലാണ്. അപ്പോൾ x സമം വൈയുടെ 3 മടങ്ങ് കാണാൻ വൈയെ 3 കൊണ്ട് ഗുണിക്കുക. അതായത് 3y എന്ന് വരും. അതിനേക്കാൾ 2 കൂടുതലാണ്. അപ്പോൾ അതിനോട് 2 കൂട്ടുക. അപ്പോൾ x സമം 3y + 2 എന്ന് നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ഇനി അടുത്തത് പറഞ്ഞേക്കുന്നത് നോക്കുക. ചെറിയ സംഖ്യയുടെ 4 മടങ്ങാണ് വലിയ സംഖ്യ. അപ്പോൾ ഇങ്ങനെ 2 സംഖ്യകൾ തന്നു കഴിഞ്ഞാൽ ഇതിൽ ചെറിയ സംഖ്യ വൈയും വലിയ സംഖ്യ എക്സുമായിട്ട് കരുതാം. കാരണം വൈയെ 3 കൊണ്ട് ഗുണിച്ച് അതിനോട് 2 കൂട്ടിയതാണ് എക്സ്. അപ്പോൾ ചെറിയ സംഖ്യ വൈയും വലിയ സംഖ്യ എക്സ് എന്നും എടുക്കാം. ചെറിയ സംഖ്യയുടെ 4 മടങ്ങാണ് വലിയ സംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ് സമം വൈയുടെ 4 മടങ്ങ് 4y എന്നെഴുതാം. നമുക്ക് ചെറിയ സംഖ്യ കണ്ടുപിടിക്കണം. അതായത് y എത്രയെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കുക, ഇവിടെ എക്സ് സമം 3y - 2 എന്നും ഇവിടെ എക്സ് സമം 4y എന്നും കിട്ടി. ഈ എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് 4y എന്ന് കൊടുക്കാം. അപ്പോൾ 4y സമം 3y - 2 എന്ന് വരും. ഈ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഈ 3yയും കൂടെ ഇടതുവശത്തേക്ക് കൊണ്ടുപോവുക.
അപ്പോൾ 4y മൈനസ് 3y സമം 2 എന്നാവും. 4y നിന്ന് 3y കുറച്ചാൽ 1y, അല്ലെങ്കിൽ y സമം 2 എന്ന് കിട്ടും. ചെറിയ സംഖ്യയുടെ വാല്യൂ 2 ആണ്. ശരിയുത്തരം ഓപ്ഷൻ ഡി. ഒരു ടാങ്കിൽ 750 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ ടാങ്കിൻ്റെ 3/5 ഭാഗം വെള്ളം നിറഞ്ഞു. ഇനി എത്ര ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചാൽ ടാങ്ക് നിറയും? ഇവിടെ ഒരു ടാങ്കിൽ 750 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ ആ ടാങ്കിൻ്റെ 3/5 ഭാഗം വെള്ളമായി. അതായത് ടാങ്കിൻ്റെ വ്യാപ്തത്തിൻ്റെ 3/5 ഭാഗമാണ് 750 ലിറ്റർ. അപ്പോൾ ടാങ്കിൻ്റെ വ്യാപ്തത്തിനെ നമ്മൾ വി കൊണ്ട് സൂചിപ്പിച്ചാൽ വിയുടെ 3/5 ഭാഗം 750 ലിറ്റർ നമുക്ക് എടുക്കാം. അപ്പോൾ വിയുടെ 3/5 ഭാഗം കാണുന്നത് വി ഗുണം 5/3 സമം 750 എന്ന് എഴുതാം. ഇതിൽ നിന്ന് നമുക്ക് വ്യാപ്തം കണ്ടുപിടിക്കാം. ഈ 5/3 വലതുവശത്തേക്ക് കൊണ്ടുപോയാൽ മതി. അപ്പോൾ വി സമം 750 ഗുണം, ഇവിടെ വലതുവശത്ത് ചെല്ലുമ്പോൾ 5/3 വിൽക്രമം എഴുതുക. അപ്പോൾ 5/3, 5/3 വിൽക്രമം 3/5 ആണ്, അല്ലെങ്കിൽ 5/3. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാം. നമുക്ക് 750നെ 3 കൊണ്ട് ഹരിക്കാം. 75നെ 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 25 കിട്ടും. അപ്പോൾ 750നെ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 250 കിട്ടും. അപ്പോൾ 250 ഗുണം 5 എന്ന് വരും. 250 ഗുണം 5 1250. അപ്പോൾ ടാങ്കിൻ്റെ വ്യാപ്തം 1250 ലിറ്ററാണ്. ഇനി എത്ര ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചാൽ ടാങ്ക് നിറയും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഓൾറെഡി 750 ലിറ്റർ ഉണ്ട്. അപ്പോൾ 1250 നിന്നും 750 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 500 എന്ന് കിട്ടും. അതായത് 500 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ ടാങ്ക് നിറയും. ശരി ഉത്തരം ഓപ്ഷൻ ബി, 500 ലിറ്റർ. ഒരു സമാന്തര ശ്രേണിയിലെ 5-ാം പദം 19, 10-ാം പദം 39 ആയാൽ ആ സംഖ്യാ ശ്രേണിയിലെ ആദ്യ പദം ഏത്? ഇവിടെ ഒരു സമാന്തര പ്രോഗ്രഷനിലെ 5-ാം പദവും 10-ാം പദവും നൽകിയിട്ടുണ്ട്. 5-ാം പദം അത് നമുക്ക് A5 എന്ന് എഴുതാം. 5-ാം പദം 19, 10-ാം പദം 39. നമുക്ക് ഈ ശ്രേണിയിലെ ആദ്യ പദം കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യ പദം കാണാനായിട്ട് നമുക്ക് ആദ്യം ഇതിൻ്റെ പൊതുവ്യത്യാസം കാണാം. ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം കാണുന്നതിനായിട്ട് നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. പദങ്ങളുടെ വ്യത്യാസത്തെ അവയുടെ സ്ഥാനങ്ങളുടെ വ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓർക്കുക, പദങ്ങളുടെ വ്യത്യാസം ബൈ പദസ്ഥാനങ്ങളുടെ വ്യത്യാസം. അപ്പോൾ പദങ്ങളുടെ വ്യത്യാസം കാണാനായിട്ട് 10-ാം പദത്തിൽ നിന്നും 5-ാം പദം കുറയ്ക്കാം. 39 നിന്നും 19 കുറയ്ക്കുക ബൈ അവയുടെ സ്ഥാനങ്ങൾ ഇതേ ക്രമത്തിൽ തന്നെ എഴുതണം. 39ൻ്റെ സ്ഥാനം എത്രയാണ്? 10-ാം പദമാണ്. 19 എന്നുള്ളത് 5-ാം പദമാണ്. 10 മൈനസ് 5 എന്ന് വരും. 39 നിന്ന് 19 കുറച്ച് കഴിഞ്ഞാൽ 20. 10 നിന്ന് 5 കുറച്ച് 5. 20/5 4. അപ്പോൾ പൊതുവ്യത്യാസം 4 ആണ്. ഇനി പൊതുവ്യത്യാസം 4 ആണെങ്കിൽ നമുക്ക് ആദ്യപദം കാണാനായിട്ട് ഓർക്ക് 5-ാം പദം 19 ആണ്. ഈ 5-ാം പദം എന്ന് പറയുന്നത് ആദ്യ പദത്തിൻ്റെ കൂടെ 4 തവണ പൊതുവ്യത്യാസം കൂട്ടുന്നതാണ്. ആദ്യ പദത്തിൻ്റെ കൂടെ 1 തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ 2-ാം പദം കിട്ടും. 2 തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ 3-ാം പദം, അങ്ങനെ പോകുന്നു. അപ്പോൾ ആദ്യ പദത്തിൻ്റെ കൂടെ 4 തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ 5-ാം പദം കിട്ടും. അപ്പോൾ ആദ്യ പദം കണ്ടുപിടിക്കുന്നതിനായിട്ട് എന്ത് ചെയ്യണം? 5-ാം പദത്തിൽ നിന്നും 4d കുറയ്ക്കണം. 5-ാം പദം എത്രയാണ്? 19. 19ൽ നിന്ന് 4 ഗുണം 4 16 കുറയ്ക്കുക. 19ൽ നിന്ന് 16 കുറച്ചാൽ 3 കിട്ടും. അപ്പോൾ ആദ്യ പദം 3. ശരി ഉത്തരം ഓപ്ഷൻ എ. ഒരു ബാഗിൻ്റെ വില 10% കൂട്ടിയ ശേഷം 10% വില കുറച്ച് 693 രൂപയ്ക്കാണ് വിറ്റത്. എന്നാൽ ഈ ബാഗിന് ആദ്യം ഉണ്ടായിരുന്ന വില എത്ര രൂപയാണ്? നോക്കുക, ഇവിടെ ബാഗിൻ്റെ വില ആദ്യം 10% കൂട്ടുന്നു, അതിനുശേഷം 10% വില കുറച്ച് വിൽക്കുന്നു. 693 രൂപയ്ക്കാണ് ബാഗ് വിറ്റുപോയത്. അങ്ങനെയെങ്കിൽ ഈ ബാഗിൻ്റെ ആദ്യത്തെ വില എത്രയെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ ബാഗിൻ്റെ ആദ്യത്തെ വില നമുക്ക് പി എന്നെടുക്കാം. അങ്ങനെയെങ്കിൽ ആദ്യം പിയുടെ 10% കൂട്ടുകയാണ്. പിയുടെ വില 10% കൂട്ടുന്നു. അതായത് പിയുടെ 10% കൂടുതൽ എന്ന് വരുമ്പോൾ പിയുടെ 110% ആവും. അതായത് 10% കൂട്ടുമ്പോൾ ബാഗിൻ്റെ വില എന്ന് പറയുന്നത് പിയുടെ 110%. കണ്ടുപിടിക്കാനായിട്ട് പി ഗുണം 100ൽ 110 എന്ന ക്രിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് 10% കൂട്ടിയപ്പോഴുള്ള വില. ഇനി ഇതിൻ്റെ 10% വില കുറയ്ക്കുന്നു. അപ്പോൾ ഇതിൻ്റെ 10% വില കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 90%. അപ്പോൾ ഇതിൻ്റെ 90% വിലയ്ക്കാണ് ബാഗ് വിറ്റത്. അപ്പോൾ ഇതിൻ്റെ 90% കാണാൻ ഇത് ഗുണം 100ൽ 90 എടുക്കുക. അപ്പോൾ ഈ വിലയ്ക്കാണ് ബാഗ് വിറ്റത്. ഇതാണ് 693. ഇത് സോൾവ് ചെയ്ത് നമുക്ക് പി കണ്ടുപിടിക്കാം. നമുക്കിവിടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. പൂജ്യങ്ങളൊക്കെ ഒന്ന് ക്യാൻസൽ ചെയ്യാം. 11 ഗുണം 9 99. അപ്പോൾ ഇത് പി ഗുണം 99/100
സമം 693 എന്ന് വരും. ഓർക്കുക, ഇത് സൂചിപ്പിക്കുന്നത് പിയുടെ 99% 693 എന്ന് വരും. ഇനി നമുക്ക് പി കണ്ടുപിടിക്കാനായിട്ട് ഈ 100ൽ 99നെ വലതുവശത്തേക്ക് കൊണ്ടുപോയാൽ മതി. പി സമം 693 ഗുണം 100ൽ 99 വലതുവശത്ത് ചെല്ലുമ്പോൾ ഇതിൻ്റെ വിൽക്രമം എഴുതണം. അതായത് 99ൽ 100 എന്ന് എഴുതുക. 693നെ 99 കൊണ്ട് ഹരിക്കാം. 693നെ 99 കൊണ്ട് ഹരിച്ചാൽ 7 കിട്ടും. അപ്പോൾ 7 ഗുണം 100 700. 700 ഈ ബാഗിൻ്റെ ആദ്യം ഉണ്ടായിരുന്ന വില. ശരി ഉത്തരം ഓപ്ഷൻ ഡി 700 രൂപ. ഒരു ക്ലോക്കിലെ സമയം 11 മണി 10 മിനിറ്റ് ആകുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണിൻ്റെ അളവ് എത്ര? ഇവിടെ ഒരു ക്ലോക്കിലെ സമയം 11 മണി 10 മിനിറ്റ് ആണ്. അപ്പോൾ ക്ലോക്കിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലെ കോണളവ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്കൊരു എളുപ്പമാർഗ്ഗമുണ്ട്. തന്നിരിക്കുന്ന സമയത്തിലെ മണിക്കൂറിനെ 60 കൊണ്ടും മിനിറ്റിനെ 11 കൊണ്ടും ഗുണിക്കുക. 11 ഗുണം 60 11 66 അപ്പോൾ 11 ഗുണം 60 660. 11 ഗുണം 10 110. ഈ ഗുണനഫലങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ പകുതി കാണുക. അപ്പോൾ 660 നിന്നും ഇവ തമ്മിലുള്ള വ്യത്യാസം കാണാൻ 660 നിന്നും 110 കുറയ്ക്കാം. അപ്പോൾ 550 കിട്ടും. ഈ 550ൻ്റെ പകുതി എടുക്കുക. 550ൻ്റെ പകുതി 500ൻ്റെ പകുതി 250, 50ൻ്റെ പകുതി 25. അപ്പോൾ 275 വരും. ഇപ്പോൾ കിട്ടിയ വാല്യൂ 180ൽ കുറവായിരുന്നെങ്കിൽ നമുക്ക് ഇത് കോണളവായിട്ട് എടുക്കാമായിരുന്നു. ഇത് 180ൽ കൂടുതലായതുകൊണ്ട് ശരിയായ കോണളവ് കിട്ടാൻ 360ൽ നിന്നും ഈ 275 കുറയ്ക്കണം. 275 കുറയ്ക്കുമ്പോൾ 5 5 10 85 എന്ന് കിട്ടും. അപ്പോൾ സൂചികൾക്കിടയിലെ കോണളവ് 85 ഡിഗ്രിയാണ്. ശരി ഉത്തരം ഓപ്ഷൻ സി. അപ്പോൾ ഇവിടെ ചെയ്ത് നോക്കുക. തന്നിരിക്കുന്ന സമയത്തിലെ മണിക്കൂറിനെ 60 കൊണ്ടും മിനിറ്റിനെ 11 കൊണ്ടും ഗുണിക്കുക. ഈ ഗുണനഫലങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ പകുതി എടുക്കുമ്പോൾ അത് 180ൽ കുറവാണെങ്കിൽ അതായിരിക്കും കോണളവ്. 180ൽ കൂടുതലാണെങ്കിൽ ശരിയായ കോണളവ് കിട്ടാൻ 360ൽ നിന്നും നമുക്ക് കിട്ടിയ വാല്യൂ കുറയ്ക്കുക. എ ഒരു ജോലി 20 ദിവസം കൊണ്ടും ബി അതേ ജോലി 30 ദിവസം കൊണ്ടും ചെയ്തു തീർക്കും. എയും ബിയും ഒരുമിച്ച് ആ ജോലി ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ജോലി പൂർത്തിയാകും? ഇവിടെ എയ്ക്ക് ഒരു ജോലി പൂർത്തിയാക്കാൻ 20 ദിവസം വേണം. ബിക്ക് അതേ ജോലി പൂർത്തിയാക്കാൻ 30 ദിവസം വേണം. ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ജോലി തീരും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കാൻ നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. അതായത് എ എക്സ് ദിവസങ്ങൾ കൊണ്ടും ബി വൈ ദിവസങ്ങൾ കൊണ്ടും ജോലി പൂർത്തിയാക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും കൂടി ജോലി ചെയ്ത് കഴിഞ്ഞാൽ XY/X+Y ദിവസങ്ങൾ കൊണ്ട് ജോലി ചെയ്തു തീരും. ഓർക്കുക, എയ്ക്ക് ജോലി പൂർത്തിയാക്കാൻ X ദിവസങ്ങളും ബിക്ക് ജോലി പൂർത്തിയാക്കാൻ Y ദിവസങ്ങളുമാണ് വേണ്ടതെങ്കിൽ രണ്ടു പേർക്കും കൂടി ജോലി പൂർത്തിയാക്കാൻ വേണ്ട ദിവസങ്ങളുടെ എണ്ണം XY/X+Y ആയിരിക്കും. അപ്പോൾ ഇവിടെ എയ്ക്ക് ജോലി പൂർത്തിയാക്കാൻ 20 ദിവസം വേണം. അപ്പോൾ എക്സിന് നമുക്ക് 20 എന്ന് കൊടുക്കാം. ബിക്ക് ജോലി പൂർത്തിയാക്കാൻ Y 30 ദിവസമാണ് വേണ്ടത്. അതുകൊണ്ട് Yക്ക് 30 എന്നും കൊടുക്കുക. ഈ വാല്യൂസ് ഇവിടെ കൊടുക്കുമ്പോൾ 20 ഗുണം 30 ബൈ XY എന്നാൽ X ഗുണം Y ആണ്. X+Y 20 പ്ലസ് 30. 20 ഗുണം 30 എത്രയാണ്? 2 ഗുണം 3 6. 6 2 0 600. 20 പ്ലസ് 30 50. ഓരോ പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാം. 60നെ 5 കൊണ്ട് ഹരിച്ചാൽ 12. അപ്പോൾ 12 ദിവസം കൊണ്ട് ജോലി ചെയ്തു തീരും. ശരി ഉത്തരം ഓപ്ഷൻ ബി 12. സാധാരണ പലിശ നിരക്കിൽ നിക്ഷേപിച്ച തുക 8 വർഷം കൊണ്ട് ഇരട്ടിയായാൽ വാർഷിക പലിശ നിരക്ക് എത്രയായിരിക്കും? ഇവിടെ സാധാരണ പലിശ നിരക്കിൽ നിക്ഷേപിച്ച തുക 8 വർഷം കൊണ്ട് ഇരട്ടിയാകുന്നു. അങ്ങനെയെങ്കിൽ പലിശ നിരക്ക് എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സാധാരണ പലിശയാണെന്ന് നൽകിയിട്ടുണ്ട്. കൂടാതെ നിക്ഷേപിച്ച തുക ഇരട്ടിയാകാൻ 8 വർഷം എടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പലിശ നിരക്ക് കണ്ടുപിടിക്കാനായിട്ട് സിമ്പിളാണ്. 100നെ ഇരട്ടിയാകാൻ വേണ്ട വർഷങ്ങളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓർക്കുക, പലിശ നിരക്ക് കാണാനായിട്ട് 100നെ തുക ഇരട്ടിയാകാൻ വേണ്ട വർഷങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിക്കുക. ഇവിടെ തുക ഇരട്ടിയാകാൻ 8 വർഷം വേണം. അപ്പോൾ 100നെ 8 കൊണ്ട് ഹരിക്കുക. 100നെ 8 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 12.5 എന്ന് കിട്ടും. അപ്പോൾ പലിശ നിരക്ക് 12.5%. ശരി ഉത്തരം ഓപ്ഷൻ സി. രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 9:11 സംഖ്യകളുടെ ഉസ്സാഖ 7 ആയാൽ അവയിൽ ചെറിയ സംഖ്യ ഏത്? ഇവിടെ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം നൽകിയിട്ടുണ്ട് 9:11. കൂടാതെ അവയുടെ ഉസ്സാഖ HCF
നൽകിയിട്ടുണ്ട് 7 ആണ്. അങ്ങനെയെങ്കിൽ അവയിൽ ചെറിയ സംഖ്യ കണ്ടുപിടിക്കണം. ഈ സംഖ്യകളുടെ അംശബന്ധവും ഉസാഖയും അറിയാമെങ്കിൽ നമുക്ക് ആ സംഖ്യകൾ കണ്ടുപിടിക്കാം. അംശബന്ധത്തിലെ സംഖ്യകളെ ഉസാഖ കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ സംഖ്യകൾ എന്ന് പറയുന്നത് 9 ഗുണം 7 കാണുക. 9 ഗുണം 7 63, 11 7 77. ഇവയായിരിക്കും സംഖ്യകൾ. അപ്പോൾ ചെറിയ സംഖ്യ ഏതാണ്? 63. ശരി ഉത്തരം ഓപ്ഷൻ ബി. മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന 225 മീറ്റർ നീളമുള്ള തീവണ്ടിക്ക് ഒരു ടെലിഫോൺ പോസ്റ്റ് കടന്നു പോകാൻ എത്ര സമയം വേണ്ടിവരും? നോക്കുക, മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ഒരു തീവണ്ടി. ആ തീവണ്ടിയുടെ നീളം 225 മീറ്റർ ആണ്. ഈ തീവണ്ടിക്ക് ഒരു ടെലിഫോൺ പോസ്റ്റ് കടന്നു പോകാൻ എത്ര സമയം വേണ്ടിവരും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു തീവണ്ടിക്ക് ഒരു ടെലിഫോൺ പോസ്റ്റ് കടന്നു പോകാൻ തീവണ്ടിയുടെ നീളത്തിന്റെ അത്രയും ദൂരം സഞ്ചരിക്കണം. ഇവിടെ തീവണ്ടിയുടെ നീളം 225 മീറ്റർ ആണ്. അപ്പോൾ ഈ തീവണ്ടി 225 മീറ്റർ ദൂരം സഞ്ചരിക്കാനായിട്ട് എത്ര സമയമെടുക്കും എന്ന് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചാൽ ഉത്തരം കഴിയും. ഇനി നോക്കുക, തീവണ്ടിയുടെ വേഗത മണിക്കൂറിൽ 90 കിലോമീറ്റർ ആണ്. അതായത് 90 കിലോമീറ്റർ പെർ മണിക്കൂറാണ് തീവണ്ടിയുടെ വേഗത. നമുക്ക് 225 മീറ്റർ ദൂരം സഞ്ചരിക്കാൻ എത്ര സമയം വേണ്ടിവരും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നതിനായിട്ട് നമുക്ക് ഈ കിലോമീറ്റർ പെർ മണിക്കൂറിൽ തന്നിരിക്കുന്ന വേഗതയെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാം. അതിനായിട്ട് 18 5 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 90നെ 18 5 കൊണ്ട് ഗുണിക്കാം. ഈ 90ഉം 18ഉം 9ന്റെ ഗുണിതങ്ങളാണ്. അപ്പോൾ 9 കൊണ്ട് ഇവിടെ ഹരിച്ചു കഴിഞ്ഞാൽ 10ഉം ഇവിടെ 2ഉം വരും. 10 ഗുണം 5 50. 50/2 25. അപ്പോൾ 25 മീറ്റർ പെർ സെക്കൻഡാണ് തീവണ്ടിയുടെ വേഗത. അതായത് ഒരു സെക്കൻഡിൽ തീവണ്ടി 25 മീറ്റർ സഞ്ചരിക്കും. അപ്പോൾ 225 മീറ്റർ സഞ്ചരിക്കാനായിട്ട് എത്ര സമയം വേണം? അത് കണ്ടുപിടിക്കാൻ 225നെ 25 കൊണ്ട് ഹരിക്കുക. 9 എന്ന് കിട്ടും. അപ്പോൾ 9 സെക്കൻഡ് സമയം കൊണ്ട് തീവണ്ടി ടെലിഫോൺ പോസ്റ്റിനെ മറികടക്കും. ശരി ഉത്തരം ഓപ്ഷൻ സി, 9 സെക്കൻഡ്. 66 3/2% തുല്യമായ ഭിന്നസംഖ്യ ഏത്? നമുക്കിവിടെ 66 3/2% തുല്യമായ ഭിന്നസംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കണം. ഓർക്കുക, 66 3/2% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശതമാനം സൂചിപ്പിക്കുന്നത് തന്നെ 100ൽ എത്ര ഭാഗം എന്നാണ്. അപ്പോൾ 66 3/2% എന്ന് പറഞ്ഞാൽ 100ൽ 66 3/2 എന്നാണ് അർത്ഥം. നമുക്ക് തന്നിരിക്കുന്ന ഉത്തരങ്ങളൊന്നും ഇതേ രൂപത്തിലല്ല. അപ്പോൾ ഇതിനെ രൂപമാറ്റം വരുത്തണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ 100 കൊണ്ട് ഹരിച്ചിരിക്കുന്നു. 100 കൊണ്ട് ഹരിക്കുന്നതിന് തുല്യമാണ് 100ൽ 1 കൊണ്ട് ഗുണിക്കുന്നത്. നമുക്കിതിനെ ഒന്ന് മാറ്റി എഴുതാം. 66 3/2 ഗുണം 100ൽ 1 എന്ന് എഴുതാം. 100 കൊണ്ട് ഹരിക്കുന്നതിന് തുല്യമാണ് 100ൽ 1 കൊണ്ട് ഗുണിക്കുന്നത്. അതുകൊണ്ട് ഇനി 66 3/2 മിക്സഡ് ഫ്രാക്ഷൻ രൂപമാണ്. അതിനെയും നമുക്കൊന്ന് മാറ്റാം. അതിനായിട്ട് 66നെ 3 കൊണ്ട് ഗുണിക്കണം. 66നെ 3 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 198 കിട്ടും. ഈ 198ൻ്റെ കൂടെ അംശമായ 2 കൂട്ടുന്നു. അപ്പോൾ 200. അപ്പോൾ 200 അംശത്തിൽ എഴുതുക, ഛേദമായിട്ട് 3 തന്നെ. അപ്പോൾ 200/3 ഗുണം 100ൽ 1 എന്ന് വരും. 100 കൊണ്ട് 200നെ ഹരിക്കാമല്ലോ. അപ്പോൾ ഇവിടെ 2 വരും. അപ്പോൾ എത്ര കിട്ടും? 3/2 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ 66 3/2% തുല്യമായ ഭിന്നസംഖ്യ 3/2 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ എ. 20 സംഖ്യകളുടെ ശരാശരി 25 ആണ്. 22, 28 എന്നീ സംഖ്യകൾ മാറ്റിയാൽ ബാക്കിയുള്ള സംഖ്യകളുടെ ശരാശരി എത്രയാകും? ഇവിടെ 20 സംഖ്യകളുടെ ശരാശരി 25 എന്ന് നൽകിയിരിക്കുന്നു. അതായത് 20 സംഖ്യകൾ, അവയുടെ ശരാശരിയാണ് 25. ഇതിൽ നിന്ന് 2 സംഖ്യകൾ 22, 28 ഇവ മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള സംഖ്യകളുടെ ശരാശരി എത്രയാകുമെന്ന് കണ്ടുപിടിക്കണം. ഓർക്കുക, സംഖ്യകളുടെ ശരാശരിയെ അവയുടെ എണ്ണം കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സംഖ്യകളുടെ തുക കിട്ടും. അപ്പോൾ ഈ 20 സംഖ്യകളുടെ തുക കിട്ടാൻ ഇവയുടെ ശരാശരിയായ 25നെ എണ്ണമായ 20 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ തുക എന്ന് പറയുന്നത് 25 ഗുണം 20 ആണ്. അതായത് 500. അപ്പോൾ 20 സംഖ്യകളുടെ തുക 500 ആയി. ഇനി ഇതിൽ നിന്ന് 2 സംഖ്യകൾ മാറ്റുന്നു. 2 സംഖ്യകൾ മാറ്റുമ്പോൾ സംഖ്യകളുടെ എണ്ണം 18 ആവും. അപ്പോൾ തുകയിൽ എന്ത് മാറ്റം വരും? 2 സംഖ്യകൾ മാറ്റുന്ന സംഖ്യകൾ 22ഉം 28ഉമാണ്. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 50 കിട്ടും. അപ്പോൾ തുകയിൽ 50ൻ്റെ കുറവാണ് വരിക. 500ൽ നിന്ന് 50 കുറച്ച് കഴിഞ്ഞാൽ 450. അപ്പോൾ 18 സംഖ്യകളുടെ തുക 450 ആണ്. അപ്പോൾ ശരാശരി കാണാൻ എന്ത് ചെയ്യണം?
തുകയെ എണ്ണം കൊണ്ട് ഹരിക്കണം. അതായത് 450-നെ 18 കൊണ്ട് ഹരിക്കുക. 450-നെ 18 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 25 തന്നെയാണ് കിട്ടുക. അപ്പോൾ ശരാശരി 25 തന്നെയാണ്. ശരി ഉത്തരം ഓപ്ഷൻ ബി. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഏറ്റവും ചെറുതേത്? ഇവിടെ 4 സംഖ്യകൾ നൽകിയിട്ടുണ്ട്. ഈ കൂട്ടത്തിലെ ഏറ്റവും ചെറുതേതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യ സംഖ്യ നോക്കുക. 0.5 ഗുണം 0.05. അപ്പോൾ ഇത് നമുക്കൊന്ന് ഗുണിക്കാം. ഗുണിക്കുമ്പോൾ 5ഉം 5ഉം കൂടെ ഗുണിക്കുക. 5 ഗുണം 5 25. ഇനി നമുക്കിതിനെ ഡെസിമൽ പോയിൻ്റ് കൊടുക്കണം. ഡെസിമൽ പോയിൻ്റ് കൊടുക്കാനായിട്ട് ഇവിടെ ഡെസിമൽ പോയിൻറ്റിന് വലതുവശത്ത് ഒരക്കമാണുള്ളത്. ഇവിടെ ഡെസിമൽ പോയിൻറ്റിന് വലതുവശത്ത് 2 അക്കങ്ങളുണ്ട്. അപ്പോൾ ഗുണനഫലത്തിൽ ഡെസിമൽ പോയിൻറ്റിന് വലതുവശത്ത് ഈ 1ഉം 2ഉം കൂടെ കൂട്ടിയാൽ കിട്ടുന്ന 3 അക്കങ്ങളുണ്ടാകണം. ഗുണനഫലത്തിൽ ഡെസിമൽ പോയിൻറ്റിന് വലതുവശത്ത് 3 അക്കങ്ങൾ. അപ്പോൾ വലത്ത് നിന്ന് 3 സ്ഥാനം ഇടത്തോട്ട് മാറ്റി ഡെസിമൽ പോയിൻറ്റ് കൊടുക്കുക. ഇവിടെ 2 അക്കങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇടതുവശത്ത് ഒരു 0 കൂടെ കൊടുത്തതിന് ശേഷം ഡെസിമൽ പോയിൻറ്റ് കൊടുക്കുക. അപ്പോൾ 0.025 എന്ന് വരും. പൂർണ്ണസംഖ്യാഭാഗവും 0 ആണെന്ന് സൂചിപ്പിക്കാൻ നമുക്ക് ഇവിടെ ഇടതുവശത്ത് ഒരു 0 കൂടെ കൊടുക്കാം. അപ്പോൾ 0.025. അടുത്ത നോക്കുക 100-25. ഓപ്ഷൻ സി നോക്കുക. 100-5 ഭാഗം 5-10. അപ്പോൾ ഇവിടെ 5-10 കൊണ്ട് ഹരിക്കണം. 5-10 കൊണ്ട് ഹരിക്കാൻ 5-10ൻ്റെ വിൽക്രമം കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 100-5-നെ 5-10ൻ്റെ വിൽക്രമം കൊണ്ട് ഗുണിക്കുന്നു. 5-10ൻ്റെ വിൽക്രമം 10-5. 10-5 കൊണ്ട് ഗുണിക്കുക. 2 ഭിന്നസംഖ്യകൾ ഗുണിക്കുന്നതിന് അംശങ്ങൾ തമ്മിൽ ഗുണിച്ച് അംശമായും ഛേദങ്ങൾ തമ്മിൽ ഗുണിച്ച് ഛേദമായിട്ടും എഴുതുക. 5 ഗുണം 5 25. 100 ഗുണം 10 1000 വരും. അപ്പോൾ 1000-25. അടുത്തത് ഓപ്ഷൻ ഡി നോക്കുക. 1000-5 ഗുണം 10-5. ഇവിടെയും ഗുണിക്കുന്നു. 5 ഗുണം 5 25. 1000 ഗുണം 10 10000. ഇനി നമുക്ക് ഈ സംഖ്യകൾ കമ്പയർ ചെയ്യണം. അപ്പോൾ ഓപ്ഷൻസ് ബി സി ഡി ഇവയെല്ലാം ഭിന്നസംഖ്യാ രൂപത്തിലായി. ഈ ഓപ്ഷൻ എയും കൂടെ നമുക്ക് ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് മാറ്റാം. നോക്കുക. അതിനായിട്ട് ഇവിടെ ഡെസിമൽ പോയിൻറ്റിന് വലതുവശത്ത് 3 അക്കങ്ങളാണുള്ളത്. അതുകൊണ്ട് നമ്മൾ 1000 കൊണ്ട് ഇതിൻ്റെ ഗുണിക്കുക. ഛേദത്തിലും 1000 എഴുതുക. 1000 കൊണ്ട് ഇതിനെ ഗുണിക്കുന്നു. ഛേദത്തിലും 1000 എഴുതുന്നു. അപ്പോൾ ഇതിനെ 1000 കൊണ്ട് ഗുണിച്ചാൽ അംശം 25 ആവും. ഛേദം 1000. അപ്പോൾ 1000-25 എന്ന് വരും. അപ്പോൾ ഇനി ഇത് കമ്പയർ ചെയ്യാൻ എളുപ്പമുണ്ട്. കാരണം എല്ലായിടത്തും അംശം 25 അപ്പോൾ ഏറ്റവും ചെറുത് വരണമെങ്കിൽ ഛേദം ഏറ്റവും വലുത് ഏതോ അതായിരിക്കും ഏറ്റവും ചെറുത്. നോക്കുക. ഈ ഭിന്നസംഖ്യകളുടെ എല്ലാം അംശം 25. ഛേദത്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഏറ്റവും വലിയ ഛേദമുള്ള ഭിന്നസംഖ്യ ആയിരിക്കും ഏറ്റവും ചെറിയ സംഖ്യ. അപ്പോൾ ഇക്കൂട്ടത്തിൽ ഏറ്റവും വലിയ ഛേദമുള്ളത് ഓപ്ഷൻ ഡിയിൽ 10000 ആണ്. അതുകൊണ്ട് ഏറ്റവും ചെറിയ സംഖ്യ ഓപ്ഷൻ ഡി ആണ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി.